കണ്ണൂർ പഴയങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിലെ വാതകം മറ്റ് ടാങ്കർ എത്തിച്ച് മാറ്റി നിറയ്ക്കും. ഇതിനായി എമർജൻസി റെസ്പോൺസ് ടീം മംഗളൂരിൽ നിന്ന് തിരിച്ചു. ലോറി മാറ്റുന്നതുവരെ പഴയങ്ങാടി പാലത്തിൽ ഗതാഗത നിരോധനമായിരിക്കും. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വീണ്ടും ചേരുന്നു. സജോ, പറയൂ വിശദാംശങ്ങൾ. പഴയങ്ങാടി പാലത്തിൽ ഗതാഗത നിയന്ത്രണം തുടരും. കാരണം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പാലം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇതുവഴിയും രണ്ടു ഭാഗത്തെയും കടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാഹന ഗതാഗതം ഇന്ന് വൈകിട്ട് വരെ സാധ്യമാവുകയില്ല. കാരണം മംഗളൂരുവിൽ നിന്ന് എമർജൻസി റെസ്പോൺസ് ടീം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഈ വിദഗ്ധ സംഘം എത്തി ഇവിടെ നിന്ന് ഈ വാഹനത്തിൽ ഇതിനകം ഈ അപകടത്തിൽപ്പെട്ട ടാങ്കറിലെ വാതകം മാറ്റി മറ്റു ടാങ്കറുകൾ എത്തിച്ച് മാറ്റി ടാങ്കറുകളിലേക്ക് നിറയ്ക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ കാര്യം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു അപകട സാധ്യതയില്ല, കാരണം വാതക ചോർച്ചയില്ല. പക്ഷേ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കാൻ കഴിയുകയില്ല. അവരുടെ തന്നെ, അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ തന്നെ സുരക്ഷാ വിഭാഗം ഇങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു. അവർ തന്നെ എത്തി പരിശോധിച്ച് മറ്റ് ടാങ്കർ എത്തിച്ച് അതിലേക്ക് വാഹനം മാറ്റി നിറയ്ക്കുക എന്നത് മാത്രമാണ് പ്രായോഗികമായി ഇപ്പോഴുള്ള പോംവഴി. ഇവിടെ സ്ഥലത്ത് ഫയർഫോഴ്സ് ടീമും ഒപ്പം പോലീസും ഒക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മറ്റിടങ്ങളിൽ, അതായത് പഴയങ്ങാടി പാലത്തിൻ്റെ എതിർഭാഗത്തേക്കുള്ള കണ്ണപുരം ഭാഗത്തേക്ക് വരെ വാഹനങ്ങൾക്ക് എത്താം, പഴയങ്ങാടി നഗരത്തിലും എത്താം. പിന്നീട് മറ്റു വാഹനങ്ങളൊക്കെ തളിപ്പറമ്പ് കുപ്പം വഴി മാത്രമേ കണ്ണൂരേക്ക് യാത്ര ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ പഴയങ്ങാടി പാലത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഇതേ നിലയ്ക്ക് തന്നെ വൈകുന്നേരം വരെയെങ്കിലും തുടരേണ്ടി വരും. ഇവിടെ അപകടത്തിൽപ്പെട്ട മറ്റ് വാഹനങ്ങളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ്. 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഈ വാഹനം വന്ന് ഈ 3 വാഹനത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. പിന്നെയാണ് ടാങ്കർ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞത്. ലീക്കില്ല എന്നത് ആശ്വാസകരം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് പ്രത്യേകിച്ചൊരു കാര്യവും ചെയ്യുന്നില്ല. സുരക്ഷ ഉറപ്പാക്കി ഇവിടെ തന്നെ നിൽക്കും. അതിനുശേഷം ഇന്ത്യൻ ഓയിലിൻ്റെ എമർജൻസി റെസ്പോൺസ് ടീമും വിദഗ്ധ സുരക്ഷാ ടീമും ഒക്കെ ഇവിടെ എത്തും. അവർ തന്നെ അവരുടെ വൈദഗ്ധ്യം, അവർക്ക് അത് സംബന്ധിച്ച് വൈദഗ്ധ്യമുള്ളത്, അവർ തന്നെ റീഫില്ലിങ്ങും മാറ്റി നിറക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതുവരെ ഈ സുരക്ഷാപരമായ കാര്യങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ വലിയ അപകടത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇപ്പോഴുള്ള ഒരു മാർഗം. പക്ഷേ ആശ്വാസകരമായ കാര്യം, ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. അമിത വേഗതയിൽ ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഒപ്പം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാരൊക്കെ ഈ വാഹനം ടാങ്കർ ഓടിച്ച ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണവും മറ്റു പരിശോധനകളിലേക്ക് കടക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു 8 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അതായത് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ടെമ്പോ ട്രാവലറിലും 2 കാറുകളിലും ഉണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് പക്ഷേ നിസ്സാരമായ പരിക്കുകളേ ഉള്ളൂ. അവരിൽ പലരും ഇതിനകം ആശുപത്രി വിട്ടിട്ടുണ്ട്. പ്രാഥമികമായി മറ്റൊരു വാഹനം എത്തിച്ച് യാത്ര തുടരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരിൽ ഒരു വാഹനം, ടെമ്പോ ട്രാവലർ മാത്രമാണ് ഇവിടുന്ന് മാറ്റാനായിട്ടുള്ളത്. മറ്റ് 2 വാഹനങ്ങളും കൂടി മാറ്റാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യമാവുകയില്ല. കാരണം ഇവിടുത്തെ അപകട സാധ്യത, അത് വലിയ ഹൈ റിസ്ക് എന്ന് പറയുന്നത് തന്നെയുണ്ട്. കാരണം അത് നിറച്ച് മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പാചകവാതകം നിറച്ചു പോകുന്ന ഒരു ടാങ്കർ ലോറി എന്ന നിലയ്ക്കുള്ള സുരക്ഷാ കാര്യങ്ങളുണ്ട്. ഏതായാലും മംഗളൂരുവിൽ നിന്ന് 2 മണിക്കൂറിനകം സംഘം ഇനിയിപ്പോൾ 2 മണിക്കൂറിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സജോ ദേവസ്യ. സുനീതി ഷാജി ചോദിക്കുന്നു, ഷെഫ് സുരേഷ് പിള്ളയുടെ കുക്കറി ഷോ റിപ്പീറ്റ് ടെലികാസ്റ്റ് എപ്പോഴാണെന്ന് ചോദിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ കുക്കറി ഷോ. അതിൻ്റെ റിപ്പീറ്റ് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 നിങ്ങൾക്ക് കാണാം ഫ്ലവേഴ്സിൽ. അതുപോലെ മുകേഷിൻ്റെ ഫ്ലവേഴ്സ് 1 കോടി 2 എപ്പിസോഡും കണ്ട പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് പറയുന്നു. ഇന്ന് ഒരു സീരിയൽ താരത്തിൻ്റെ ഫ്ലവേഴ്സ് 1 കോടിയാണ്, അവരനുഭവിക്കുന്ന വേദനയുടെ കഥയാണ്.